ചോക്കാട് പഞ്ചായത്തിന്റെ ഭരണവും വികസന തുടർച്ചയും നിലനിർത്താൻ യുഡിഎഫിന്റെ പടനായകൻ കരുവാടൻ അബ്ദുൽ ഹമീദ് എന്ന ഇണ്ണി വീണ്ടും പോർക്കളത്തിൽ. കാളികാവ് ബ്ലോക്ക് മാളിയേക്കൽ ഡിവിഷനിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി കോണി അടയാളത്തിൽ മത്സരിക്കുന്ന അബ്ദുൽ ഹമീദിനും നാട്ടുകാർക്കും വിജയകാര്യത്തിൽ ഒട്ടുമേയില്ല ആശങ്ക. ആയിക്കോട്ടെ. അപ്പൊ വിവരങ്ങൾക്ക് അറിയാലോ അല്ലേ? നമ്മള് അതിനന്ന് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതുണ്ട് അല്ലെ? അത് ഇനിയും അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യും. അതിന് ഞാൻ മാത്രം ജയിച്ചാൽ പോരാ, വാർഡിലേക്ക് മത്സരിക്കണം, ഞാൻ ജയിക്കണം. പിന്നെ ബ്ലോക്ക് ഞാനാണ്, ജില്ലാ പഞ്ചായത്ത് റഹിഹാനത്ത്, 3 കോണിയാണ് കേട്ടോ. 3 കോണിയാണ്. അപ്പൊ പിന്നെ 3 ആൾക്കും വോട്ട് ചെയ്താലേ നമ്മളെ ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ കേട്ടോ. സഹായിക്കണം. മത്സരിക്കുന്നുണ്ട് അറിയാതെ. അപ്പൊ വാർഡിലേക്ക് ഞാനുമാണ്, കോണിയാണ് ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്തേക്കാണ് ഞാൻ, അതിലും കോണിയാണ്. പിന്നെ ജില്ലാ പഞ്ചായത്തേക്ക് റഹിഹാനത്ത് അറിയാം, അതും കോണിയാണ്. 3 വോട്ടാണ് ഒരാൾക്കുണ്ടായത്. അപ്പൊ 3ലും കോണി നോക്കുക, വോട്ട് ചെയ്യുക, സഹായിക്കുക. മാളിയേക്കൽ ബ്ലോക്ക് ഡിവിഷനിൽ കാളികാവ് പഞ്ചായത്തിലെ പള്ളിശ്ശേരി, അമ്പലക്കടവ് എന്നീ വാർഡുകളും ചോക്കാട് പഞ്ചായത്തിലെ ഉദരംപൊയിൽ, പാറമ്മൽ, വെള്ളപ്പൊയിൽ, മാളിയേക്കൽ, കൂരിപ്പൊയിൽ, മഞ്ഞപ്പെട്ടി എന്നീ വാർഡുകളുമാണുള്ളത്. ഇതിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് വെള്ളപ്പൊയിൽ, മാളിയേക്കൽ, അമ്പലക്കടവ് എന്നീ വാർഡുകൾ കൂടി പിടിച്ചെടുത്ത് മാളിയേക്കൽ ഡിവിഷനിൽ സമ്പൂർണ്ണ ആധിപത്യവും സമഗ്ര വികസനവുമാണ് യുഡിഎഫ് ലക്ഷ്യമിടുന്നത്. ഹമീദിന്റെ നേതൃത്വത്തിൽ പ്രചാരണ രംഗത്ത് വൻ മുന്നേറ്റമാണ് യുഡിഎഫ് നടത്തിയിട്ടുള്ളത്. ഡിവിഷനു കീഴിൽ യുഡിഎഫ് നിർത്തിയ സ്ഥാനാർത്ഥികൾ ഏറ്റവും മികച്ചവരാണെന്ന ഘടകം കൂടി ഇക്കുറി യുഡിഎഫിന് അനുകൂലമാണ്. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ മാളിയേക്കൽ ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് പ്രിയ സുഹൃത്ത് ഇണ്ണി. അതിനൊപ്പം തന്നെ ഈ മാളിയേക്കൽ ഡിവിഷനിൽ 8 വാർഡുകളാണുള്ളത്. മുഴുവൻ വാർഡുകളിലും ഇണ്ണിക്ക് ബഹുഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുകയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് ഈ പ്രദേശത്ത് നാട്ടിൽ ഒട്ടുക്കും ഗ്രാമപഞ്ചായത്തിൽ പൊതുവായിട്ട് നടത്തിയിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. അത്തരം വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരു ജനകീയ നേതാവായിട്ട് അദ്ദേഹത്തെ ഈ പ്രദേശത്തുള്ളവർ മുഴുവൻ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തിൽ ഈ പ്രദേശത്ത് വോട്ട് നേടി വൻ വിജയം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ ഈ 8 വാർഡുകളും യുഡിഎഫിന് അനുകൂലമായിട്ടുള്ള വാർഡാണ്. ചോക്കാട് പഞ്ചായത്തിൽ അതേപോലെ 20 വാർഡുകളിൽ മുഴുവൻ വാർഡുകളും യുഡിഎഫ് ജയിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു അനുകൂല ഘടകത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട മാളിയേക്കൽ ഡിവിഷനിൽപ്പെട്ട ഒരു വാർഡാണ് 14-ാം വാർഡ് വെള്ളപ്പൊയിൽ വാർഡ്. ഈ വെള്ളപ്പൊയിൽ വാർഡിലെ സാരഥിയായിട്ട് ഞാനാണ് മത്സരിക്കുന്നത്. ഇണ്ണി ഇവിടെ ബ്ലോക്കിൽ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെ എന്റെ വിജയത്തിന് ആക്കം കൂട്ടുന്നതാണ്. മാത്രവുമല്ല, ഒരു 5 വർഷക്കാലം ഈ വാർഡിന്റെ ജനപ്രതിയായിരുന്നു. അക്കാലത്ത് നടത്തിയിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കാർഷിക മേഖലയിലുള്ള കേരഗ്രാമം പദ്ധതി പോലുള്ള, അതുപോലെ വാർഡുകളിലെ മുഴുവൻ ആളുകളെയും തൊഴിൽ കാർഡ് ഉള്ള ആളുകളാക്കി മാറ്റിയ അംഗനവാടി, പുതിയ അംഗനവാടി കെട്ടിടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ നിലവിലുള്ള അംഗനവാടിക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി. നാട്ടിൽ ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് തന്നെ ഈ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി അക്കാലത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനം ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഈ നാട്ടിലെ ആളുകൾ ഒന്നായിട്ട് കൂടെ ഉണ്ടാകുമെന്നും വലിയ വോട്ടിന് ഈ പ്രദേശത്ത് ഈ വാർഡിൽ വെള്ളപ്പൊയിൽ വാർഡിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2005-10 2010-15 2 തവണ പഞ്ചായത്ത് പ്രതിനിധിയായ കരുവാടൻ ഹമീദ് 1 തവണ പഞ്ചായത്ത് പ്രസിഡന്റും 1 വട്ടം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുണ്ട്. ഹമീദിന്റെ ഭരണപരിചയവും ജനപ്രതിനിധിയുടെ ഗുണമേന്മയും മാളിയേക്കൽ ഡിവിഷനിലെ മുഴുവൻ വോട്ടർമാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് മറ്റു വാർഡുകളിലെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഹമീദ് ജനപ്രതിനിധിയായിരിക്കുമ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉറപ്പു നൽകിയാണ് ഇക്കുറി മത്സരിക്കുന്നത്. ഇപ്പോ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നത് ഇന്നിയാണ്. കുറെ പരിചയസമ്പന്നതയും എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി ജയിക്കുന്നതോടൊപ്പം നമുക്ക് 10 കൊല്ലമായിട്ട് ഇവിടെ പ്രതിപക്ഷം LDF ആണ് ഭരിച്ചിരുന്നത്. അതിക്ക് നമുക്ക് വാർഡ് പ്രതിപക്ഷത്തിന്റെ ആകുമ്പോൾ LDFന്റെ ആകുമ്പോൾ ഇതിലേക്ക് ഞാനും കൂടി ജയിച്ചു വരുമ്പോൾ നമുക്ക് ഈ പ്രാവശ്യം വാർഡും ബ്ലോക്കും ജില്ലയും എല്ലാം MLA എല്ലാം നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് നമുക്ക് ഈ വാർഡിന് കിട്ടും. ഇപ്പൊ നമ്മളെ ഈ ജില്ലാ പഞ്ചായത്തിന്റെ
ഇതിൽ നിന്ന് കിട്ടിയാണ് പാലം. ആ പാലം നമുക്ക് 3 കോടിയോളം ചെലവഴിച്ച് അത് ഈ പ്രതിവർഷത്ത് നിന്നിട്ടും നമ്മളെ സമ്മർദ്ദം ഈ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന എണ്ണിന്റെ എല്ലാ ഒരു സമ്മർദ്ദം കൊണ്ട് നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞതാണ്. അതുപോലെ ഇനിയും ഒരുപാട് വികസനങ്ങൾ നമുക്ക് ഈ വാർഡിൽ കൊണ്ടുവരണമെങ്കിൽ വാർഡും കൂടി നമുക്ക് വിജയിക്കണം. അല്ലാതെ ഈ ഒരു വാർഡ് മാത്രം ഇല്ലാതെ ആകുമ്പോൾ ഈ ജനങ്ങൾക്ക് ഉള്ള ഈ നമുക്ക് പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും ഇവിടെ നിന്നൊക്കെ കിട്ടണ ആ ഒരു ഇത് കുറഞ്ഞു വരും എന്നാണ് പറയുക. പദ്ധതികളും കാര്യങ്ങളും ഒക്കെ വാർഡിനെയും കൂടി UDFന്റെ ഒപ്പം നിർത്താൻ ഇവിടുത്തെ ജനങ്ങളെ നമ്മളെ സഹായിക്കണം. മത, രാഷ്ട്രീയ, സാമൂഹ്യ സേവന രംഗത്തും പൊതുസമൂഹത്തിലും ഹമീദ് നേടിയ സൽപ്പേര് നിലനിർത്തുന്നതോടൊപ്പം ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ ഏതാവശ്യങ്ങൾക്കും ആർക്കും എപ്പോഴും വിളിക്കാമെന്നും കൂടെ ഉണ്ടാകുമെന്നും ഇന്നി ഉറപ്പു നൽകി. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ മാളിയേക്കൽ ബ്ലോക്ക് ഡിവിഷനിൽ ഈ പ്രാവശ്യം ജനവിധി തേടുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് തീർത്തും വിജയപ്രതീക്ഷ ഉള്ള ഒരു സീറ്റാണ് മാളിയേക്കൽ ബ്ലോക്ക് ഡിവിഷൻ. 8 വാർഡുകളുള്ള മാളിയേക്കൽ ബ്ലോക്ക് ഡിവിഷനിലെ ഭൂരിഭാഗം വാർഡുകളും ഐക്യജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണ്. പ്രത്യേകിച്ച് മറ്റുള്ള വാർഡുകളിലും ഈ പ്രാവശ്യം 8 വാർഡുകളിലും ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ 2 പ്രാവശ്യം ജനപ്രതിനിധിയായിട്ടുണ്ട്. ആ സമയങ്ങളിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലൊക്കെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ആ സന്ദർഭത്തിൽ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലെടുത്ത് പറയാൻ പറ്റിയ കാര്യങ്ങൾ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തുന്നതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ, പിന്നെ റോഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും സ്കൂളുകളുടെ കാര്യങ്ങളും അംഗനവാടിയുടെ കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ അപ്പുറം ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഒരു ആയുർവേദ ഡിസ്പെൻസറിയോ ഹോമിയോ ഡിസ്പെൻസറിയോ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. എൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ചോക്കാട് പഞ്ചായത്തിൽ ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ കാലങ്ങളിലുള്ള വികസനം മുൻനിർത്തി വികസന തുടർച്ചയ്ക്ക് വേണ്ടി ജനങ്ങളോട് വോട്ട് ചോദിക്കുകയാണ് UDFന്റെ പ്രചാരണായുധം. ഒപ്പം പൊതുപ്രവർത്തകരും മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും ലീഗിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും സഹകരണ ബാങ്ക് ബ്രാഞ്ച് മാനേജരുമായ കരുവാടൻ ഹമീദിന്റെ വ്യക്തിത്വം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് പ്രവർത്തകർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്.